ഞാൻ വേദിയുടെ പിറകുവശത്തിരിക്കുമ്പോൾ പ്രിയമുള്ള ഉമ്മർ പാണ്ടികശാല എന്നോട് പറഞ്ഞു, കേരളത്തിൽ പണ്ഡിതന്മാർ ഒരുപക്ഷെ കൂടുതലുണ്ടാകും, പക്ഷേ ഇത്രയും സംഘാടക വൈഭവമുള്ള, ഇത്രയും ആളുകളെ സംഘടിപ്പിക്കാനുള്ള അപാരമായ കഴിവുള്ള കാന്തപുരം ഉസ്താദിനെ പോലെയുള്ള മറ്റൊരാളില്ല എന്ന് എന്നോട് പാണ്ടികശാല പറയുകയുണ്ടായി. കാന്തപുരം ഉസ്താദിന് തന്നിലേക്കും തന്റെ പ്രസ്ഥാനത്തിലേക്കും ആളുകളെ ആകർഷിക്കുവാനുള്ള ഒരു കാന്തശക്തിയുള്ള പണ്ഡിതനാണ് എന്ന് നിങ്ങളുടെ മുമ്പാകെ ഞാൻ ഈ സന്ദർഭത്തിൽ ധൈര്യപൂർവ്വം പറയുകയാണ്. മാനവികതയും അതുപോലെ മനുഷ്യസ്നേഹവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്റെ പ്രസ്ഥാനത്തെ നയിക്കുവാൻ, നാടിനെ നന്മയുടെ നേർവഴിയിലൂടെ കൊണ്ടുപോകുവാൻ അദ്ദേഹം വിലപ്പെട്ട സംഭാവനകൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, യമനിൽ ഒരു നഴ്സിനെ, നിമിഷപ്രിയ എന്നുള്ള ഒരു നഴ്സിനെ ഒരാളെ കൊല ചെയ്തു എന്നതിന്റെ പേരിൽ അവർ കേസിലകപ്പെടുകയും അവസാനം കോടതി അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. 2017 സംഭവം നടന്നത്. 2018 അവർ ജയിലിനകത്ത് പോയി. 2025 മെയ് മാസം 13 അവരെ ഈ തൂക്കുമരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി, അതേപോലെ കോൺഗ്രസിന്റെ MP ആയ കൊടിക്കുന്നിൽ സുരേഷ്, ഇവരൊക്കെ പ്രധാനമന്ത്രിക്ക് പോലും കത്തയച്ചു. പല വിധത്തിലുള്ള ശ്രമങ്ങളും നടത്തി. വ്യവസായിയായ ബോബി ചെമ്മന്നൂർ ഉൾപ്പെടെയുള്ള പല ആളുകളും ശ്രമിച്ചു. മനുഷ്യസ്നേഹികളായ പല ആളുകളും ശ്രമിക്കുകയുണ്ടായി. പക്ഷേ മെയ് 16 വധശിക്ഷ നടപ്പിലാക്കണം. 13 വരെ വിവിധ ചർച്ചകളെല്ലാം നടന്നിട്ടും അവരെയൊക്കെ മോചിപ്പിക്കുവാനുള്ള ഒരു തീരുമാനമുണ്ടായില്ല. ദയാധനം നൽകി ആ കൊല ചെയ്തതിന്റെ പേരിലുള്ള ശിക്ഷയിൽ നിന്ന് അവരെ ഒഴിവാക്കണമെന്ന് കൊല ചെയ്യപ്പെട്ട ദലാലിന്റെ കുടുംബത്തോട് അപേക്ഷിച്ചെങ്കിലും അവരാരും അത് സ്വീകരിച്ചില്ല. അവസാനം കാന്തപുരം ഉസ്താദ് ഇടപെടുകയും അത്ഭുതം എന്ന് പറയട്ടെ, അവരെ തൂക്കുമരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് കഴിയുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തെ അതുവരെ വിമർശിച്ച ആളുകൾ, അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ വേണ്ട രീതിയിൽ കാണാൻ ശ്രമിക്കാത്ത ആളുകളൊക്കെ തന്നെ, അദ്ദേഹത്തിനെ വിമർശിക്കുന്ന ആളുകളൊക്കെ തന്നെ അതോടുകൂടി അദ്ദേഹത്തെ വാഴ്ത്തിപ്പറയുവാനും, അദ്ദേഹത്തെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ തന്നെ ആദരിക്കുന്ന, അതിനർഹതപ്പെട്ട ഒരാളാണ് എന്ന് അംഗീകരിക്കുവാനും എല്ലാവരും തന്നെ തയ്യാറാവേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു വലിയ ജാഥയുടെ ഭാഗമായി ഇന്നിവിടെ നടക്കുന്ന സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. മുൻപൊരിക്കലും തന്നെ ഒരു പണ്ഡിതന്റെ നേതൃത്വത്തിൽ ഇതുപോലുള്ള ഒരു ജാഥ കേരളത്തിൽ നടത്തിയിട്ടില്ല. 90 വയസ്സ് കഴിഞ്ഞ ആദരണീയനായ ഉസ്താദിന് ഇനിയും ഇതേപോലെയുള്ള ജാഥകൾ നയിക്കാനൊക്കെയുള്ള ആയുസ് പരമകാരുണികനായ അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജാഥയ്ക്ക് 16 തിരുവനന്തപുരത്തെത്തുന്ന
ഐതിഹാസികമായ ഈ കേരള യാത്രയ്ക്ക് എല്ലാ യാത്രാമംഗളങ്ങളും നേർന്നുകൊണ്ട് എന്റെ പ്രഭാഷണം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.